ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഈ ലെക്ചർ സീരീസ് പ്ലാൻ ചെയ്യുന്നത് KTUവിൻ്റെ ESD 102 പ്രോഗ്രാമിംഗ് ഇൻ സി എന്ന് പറഞ്ഞ കോഴ്സിൻ്റെ ലാബ് ക്വസ്റ്റ്യൻസ് സോൾവ് ഔട്ട് ചെയ്യാനാണ്. അപ്പോൾ ഈ ഒരു ലെക്ചർ സീരീസ് വഴി നിങ്ങൾക്ക് 20ഓളം എക്സസൈസ് ക്വസ്റ്റ്യൻസിൻ്റെ പ്രോഗ്രാമിംഗ് പാർട്ട് കിട്ടും. ഇത് കൂടാതെ അൽഗോരിതവും അതിൻ്റെ എക്സ്പ്ലനേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അൽഗോരിതവും പ്രോഗ്രാമും ഞാൻ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ ചെന്ന് നിങ്ങൾക്ക് നോക്കാം. ദെൻ ഈ ഒരു കോഴ്സിൻ്റെ പ്രോഗ്രാമിംഗ് ഇൻ സി എന്ന് പറയുന്ന കോഴ്സിൻ്റെ തിയറി പാർട്ടും അതിൻ്റെ കൺസെപ്റ്റ് പാർട്ടും വിത്ത് മോർ പ്രോഗ്രാംസും ഞാൻ ഓൾറെഡി ഒരു ലെക്ചർ സീരീസ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് പോയി കാണാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലെക്ചർ സീരീസിലേക്ക് കടക്കാം. നമുക്ക് ഏരിയ നമുക്കറിയാം എന്താണ്. ഏരിയ എന്ന് പറയുന്നത് 2πr² ആണ്. പൈ എന്ന് പറയുന്നത് മീനിങ് 3.14 ആണ്, അല്ലെങ്കിൽ 22/7 അതാണ് പൈയുടെ വാല്യൂ എന്ന് പറയുന്നത്. ദെൻ ഏരിയ എന്ന് പറയുന്ന പെരിമീറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം 2πr ആണ്, വേർ r is the radius. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിയാൻ ഞാനാണെങ്കിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നു. റേഡിയസ് എന്താണെന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നു. ഏരിയ ഓഫ് സർക്കിൾ ആണ്, ഏരിയ സി എന്ന് ഞാൻ എഴുതിയിരിക്കുന്നത്, ഈക്വൽ ടു 3.14 ഇൻറ്റു r ഇൻറ്റു r. 3.14ന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ 22/7 എന്ന് പറഞ്ഞ് എഴുതാം, അല്ലെങ്കിൽ 22ഉം 7ഉം ഇൻറ്റിജർ ആയത് കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ 22.0 ഡിവൈഡഡ് ബൈ 7 എന്നുള്ള കാര്യം എഴുതാം. ദെൻ പെരിമീറ്റർ 2 ഇൻറ്റു 3.14 ഇൻറ്റു r. ഇതാണ് പെരിമീറ്ററും റേഡിയസും കണ്ടുപിടിക്കേണ്ട ഫോർമുല. ദെൻ ഡിസ്പ്ലേ ഏരിയയും പിന്നെ പെരിമീറ്ററും ഡിസ്പ്ലേ ചെയ്യുക. ഇതാണ് നമ്മുടെ സ്യൂഡോ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അൽഗോരിതമാണ് അല്ലെങ്കിൽ പ്രോഗ്രാമാണ് നമ്മൾ ഇനി എഴുതാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ഓരോ വേരിയബിളും ഏത് ടൈപ്പ് ആണെന്ന് പറഞ്ഞ് ഡിറ്റർമൈൻ ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഏരിയ എന്ന് പറയുന്നത് എനിക്ക് വേണമെങ്കിൽ 6.25 അല്ലെങ്കിൽ 7.5 അല്ലെങ്കിൽ 2.35 എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആയിട്ടും എനിക്ക് എന്ത് പറയാൻ പറ്റും, റേഡിയസ് പറയാൻ പറ്റും. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് എഴുതുന്നു. void main ഓപ്പണിംഗ് ബ്രേസസ് ക്ലോസിംഗ് ബ്രേസസ്. ഞാൻ ഫ്ലോട്ട് ആയിട്ടാണ് എന്തിനെ പറയുന്നത്, റേഡിയസിനെ പറയുന്നത്. ദെൻ അപ്പോൾ റേഡിയസ് ഫ്ലോട്ട് ആണെങ്കിൽ സർക്കിളും പെരിമീറ്ററും എന്ത് തന്നെയായിരിക്കും, പെരിമീറ്ററും ഫ്ലോട്ട് തന്നെയായിരിക്കും. അപ്പോൾ ആ മൂന്നെണ്ണം നമുക്ക് ഞാൻ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി ഒറ്റ സ്റ്റെപ്പിൽ എനിക്ക് വേണമെങ്കിൽ എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് കോമ ആയിട്ട് എഴുതിയാൽ മതി. ഫസ്റ്റ് വേരിയബിൾ കോമ, സെക്കൻഡ് വേരിയബിൾ കോമ, തേർഡ് വേരിയബിൾ. അപ്പോൾ ഒരുമിച്ച് നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. 3 വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തു. നൗ ഞാൻ എന്ത് ചെയ്യണം, റേഡിയസ് ഞാൻ വായിക്കണം. എൻ്റർ ദി റേഡിയസ്. അപ്പോൾ ഞാൻ എൻ്റർ ദി റേഡിയസ് ഞാൻ മേടിച്ചു. സ്കാൻഎഫ് %f ആണ്, കാരണം ഫ്ലോട്ട് ആയതുകൊണ്ട് &r. അപ്പോൾ ഞാൻ റേഡിയസ് മേടിച്ചു. ഇനി ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെ, ഏരിയ സി ഈക്വൽ ടു 3.14 ഇൻറ്റു r ഇൻറ്റു r, r ഇൻറ്റു r. അപ്പോൾ എനിക്ക് ഏരിയ കിട്ടി. പെരിമീറ്റർ എന്ന് പറയുന്നത് എനിക്കറിയാം, പെരിമീറ്റർ എന്ന് പറയുന്നത് 3.14 ഇൻറ്റു 3.14 ഇൻറ്റു r ആണ്. അപ്പോൾ അതുമായി. Now I am going to print the area, and area equal to %f, comma %n slash n %f slash n area c. ഇപ്പോൾ എനിക്ക് 2 പോയിന്റ് മാത്രം ഡിസ്പ്ലേ ചെയ്താൽ മതിയെങ്കിൽ 0.2 എന്നും കൂടെ എഴുതുക. പെരിമീറ്റർ നെക്സ്റ്റ് വൺ ഞാൻ ചെയ്യണം. നെക്സ്റ്റ് ലൈനിൽ പെരിമീറ്റർ ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, 0.2 f c. ഓക്കെ, അപ്പോൾ ഞാൻ ഏരിയയും വാങ്ങി. നൗ ഞാനൊന്ന് റൺ ചെയ്യാൻ പോവാണ് എൻ്റെ പ്രോഗ്രാം. എൻ്റെ പ്രോഗ്രാമിൻ്റെ പേരെന്താണ്, ഏരിയ സി എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, ഏരിയ സി. ഞാൻ കമ്പൈൽ ചെയ്യാണ്. അപ്പോൾ അപ്പം ഞാൻ ഇത് വിട്ടുപോയി, സ്യൂഡോ കോഡ് എഴുതാൻ. #include stdio.h. അപ്പോൾ ഏരിയയായി.
ഞാൻ റൺ ചെയ്യാണ് .exe. അപ്പോൾ എൻ്റെ അടുത്ത് ഏരിയ റേഡിയസ് എത്രയാണെന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. ഞാൻ പറയുന്നു 12.5 ആണ് ഞാൻ റേഡിയസ് ആയിട്ട് കൊടുക്കുന്നത്. 12.5 റേഡിയസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏരിയ എന്ന് പറയുന്നത് 490.63. കാരണം ഞാൻ 2 പോയിന്റ് മാത്രമേ എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ടാണ് 2 പോയിന്റ് മാത്രം പറയുന്നത്. ഓക്കെ, 4 പോയിന്റ് വേണമെങ്കിൽ .4 എന്ന് പറഞ്ഞ് എഴുതേണ്ടി വന്നേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി നമുക്ക് സിംബോളിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും കൂടെ പഠിക്കാം. വാട്ട് ഈസ് സിംബോളിക് കോൺസ്റ്റന്റ്? നമുക്ക് ഒരു കോൺസ്റ്റന്റ് വാല്യൂ, കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിളും ഉണ്ട് കോൺസ്റ്റന്റ് ഉണ്ട്. വാട്ട് ഈസ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റും. കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, once it is declared, then once it is initialized, then the value can't be changed. അതാണ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു കോൺസ്റ്റന്റ് ഞാൻ എഴുതാണ്. ഹാഷ് ഡിഫൈൻ എന്ന് പറയുന്നതാണ് എഴുതേണ്ടത്. ഹാഷ് ഡിഫൈൻ സ്പേസ് വേരിയബിളിന്റെ പേര് പറയുക അല്ലെങ്കിൽ ഫംഗ്ഷന്റെ പേര് പറയുക, സ്പേസ് അതിന്റെ വാല്യൂ, ദാറ്റ് ഈസ് നമുക്കറിയാം 22 ഡിവൈഡഡ് ബൈ 7.0 ആണ് എന്തെന്ന് പറയുന്നത്, പൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈക്വൽ ടു എന്നൊന്നും എഴുതേണ്ട ആവശ്യമില്ല. പൈ സ്പേസ് വാല്യൂ എന്താണ്. അപ്പോൾ സിൻടാക്സ് എന്താണ്? ഹാഷ് ഡിഫൈൻ നെയിം സ്പേസ് വാല്യൂ. ഇതാണ് നമ്മുടെ ഹാഷ് ഡിഫൈൻ. ഒരു വേരിയബിൾ, ഒരു കോൺസ്റ്റന്റ് ഡിക്ലെയർ ചെയ്യുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് സിംബോളിക് കോൺസ്റ്റന്റ് എന്നാണ്. സിംബോളിക് കോൺസ്റ്റന്റ് ഹാഷ് ഡിഫൈൻ. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു പ്രീ പ്രോസസർ ഡയറക്റ്റീവ് ആണ്. അപ്പോൾ ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രോഗ്രാമിൽ നിങ്ങൾ എവിടെയെങ്കിലും പൈ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യും? 22 ഡിവൈഡഡ് ബൈ 7.0 കൊണ്ട് റീപ്ലേസ് ചെയ്യും. നിങ്ങൾ എവിടെയെങ്കിലും പൈ എഴുതുകയാണെങ്കിൽ, അപ്പോൾ ഇവിടെ ഞാൻ പൈ എഴുതിയെന്ന് വിചാരിക്കുക. പൈ എഴുതി കഴിഞ്ഞാൽ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യും? 22/7 കൊണ്ട് റീപ്ലേസ് ചെയ്യും. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് മാക്രോ എന്നും പറയാറുണ്ട്. ഈ ഒരു സിംബോളിക് കോൺസ്റ്റന്റ് മാക്രോ എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഏരിയ ഈക്വൽ ടു ഏരിയ സി എന്ന് പറയുന്ന പൈ എന്ന് പറയുന്നത് എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യും? 22 ഡിവൈഡഡ് ബൈ 7.0 കൊണ്ട് റീപ്ലേസ് ചെയ്യും. നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. നേരത്തെ എഴുതിയ അതേ വാല്യൂവിനെ നമുക്ക് കൊടുത്തു നോക്കാം. 12.5 കൊടുത്തു നോക്കാം. അപ്പോൾ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. കാരണം നമ്മൾ നേരത്തെ 3.14 എന്ന് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? നമ്മൾ 22/7.0 എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കാരണം ആ പൈയുടെ എക്സാക്റ്റ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ചെറിയൊരു ഡിഫറൻസ് വരാൻ കാരണം. ഓക്കെ, അപ്പോൾ സിംബോളിക് കോൺസ്റ്റന്റ് എന്താണെന്ന് പഠിച്ചു. നൗ